സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരികയാണെങ്കിൽ കെവിൻ മുഖേന ഇസബല്ലയും നന്ദനും എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള സത്യം അറിയുന്നുണ്ട്. അതിനിടയിൽ ചന്ദ്രമതിയാണെങ്കിൽ തനിക്ക് കിട്ടിയ വിവരം ദേവികയ്ക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. ദേവിയാണെങ്കിൽ ഗിരിയെയും വിളിച്ച് നന്ദന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ശാരിക ഗിരിയോട് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്, നന്ദേട്ടനെ കാണുകയാണെങ്കിൽ ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് നന്ദേട്ടന്റെ ചെകിടത്ത് അടിച്ചിട്ട് മാത്രമേ ഗിരിയേട്ടൻ ബാക്കി കാര്യങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ. സ്വന്തം ഭാര്യയെ ചതിച്ചിട്ട് അയാൾക്ക് എന്താ ഇത്രയും നേടാനുള്ളത്? എന്തിനാണ് രഹസ്യങ്ങൾ ചേച്ചിയുടെ പക്കൽ നിന്ന് മറച്ചു വെക്കുന്നത്? ചേച്ചിയോട് എന്തിനാണ് ഇങ്ങനെയുള്ള ചതികൾ ചെയ്തതെന്നൊക്കെ ഗിരിയേട്ടൻ എണ്ണി എണ്ണി ചോദിക്കണമെന്ന് ശാരിക പറയുന്നു. അത് പ്രകാരം തന്നെ ഗിരി അങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ദേവികയോടും പറയുന്നു. തനിക്ക് വേണ്ടി അവൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ദേവിക ഗിരിയോട് പറയണം. എന്തായാലും അവൾക്ക് പല തരത്തിലുള്ള ചിന്താഗതിയാണെങ്കിലും കുടുംബസ്നേഹത്തിന് യാതൊരു കുറവില്ലെന്ന് ഗിരീഷ് പറയണം. അങ്ങനെ സിദ്ധാർത്ഥനും പ്രഭാവതിയും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഫയല് ദേവിക എങ്ങനെ കൊണ്ടുവരുമെന്നറിയാതെ സിദ്ധാർത്ഥനാണെങ്കിൽ വിളിച്ചു ചോദിക്കുന്നുണ്ട്. താൻ ഫയലുമായിട്ട് ഇനി തിരിച്ചു വരികയുള്ളെന്നും ഫയലിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണെന്നും അച്ഛൻ ടെൻഷൻ അടിക്കാതെ ഇരിക്കുന്നൊക്കെ പറയണം. അങ്ങനെ ദേവിയും ഗിരീഷും ചേർന്ന് പല പദ്ധതികളോട് കൂടിയിട്ട് ഹോം സ്റ്റേയിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് ദേവികയാണെങ്കിൽ തൻ്റെ ശരിക്കുമുള്ള ആ ഒരു ധൈര്യത്തോടെ കൂടിയിട്ടുള്ള മനോഭാവത്തോടു കൂടി തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. റിസപ്ഷനിൽ വെച്ച് നന്ദന്റെ റൂം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. വളരെ ദേഷ്യത്തോടു കൂടി തന്നെ കോളിംഗ് ബെൽ അടിക്കുന്നു. ഗിരീഷും പുറകിൽ തന്നെയുണ്ട്. അങ്ങനെ സത്യങ്ങൾ അറിയാതെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ദുരന്തം എത്ര വലുതാണെന്ന് പോലും മനസ്സിലാക്കാതെ നന്ദനാണെങ്കിൽ കതവ് തുറക്കുന്നു. കതവ് തുറക്കുന്നതും കാണുന്നത് ഗിരീഷിനെയാണ്. ഗിരിയേട്ടൻ എന്താ ഇവിടെ? നന്ദൻ എന്താ ഇവിടെ? താനെന്താ ആരോടും പറയാതെ ഒറ്റ രാത്രി കൊണ്ട് മുങ്ങിക്കളഞ്ഞോ എന്നൊക്കെ ഗിരി ചോദിക്കുമ്പോൾ, അയ്യോ അങ്ങനെയൊന്നുമില്ല ഗിരിയേട്ടാ, എങ്കിൽ പിന്നെ അകത്തേക്ക് വിളിച്ചൂടെ? എന്തായാലും താൻ ട്രിപ്പ് വന്നു, ഞങ്ങളും കൂടി കൂടട്ടെന്നേ. അല്ല ഗിരിയേട്ടാ, ഇവിടെ വെച്ച് സംസാരിക്കണ്ട, നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം. അതെന്താ നന്ദ, താൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? ആ, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. നന്ദനാണെങ്കിൽ ആകെ പതറി പോവുകയാണ്. എങ്കിൽ പിന്നെ നമുക്ക് അകത്തിരുന്ന് സംസാരിച്ചോടെ, അതല്ലേ നല്ലത്. ഇല്ല ഗിരിയേട്ടാ, നമുക്ക് പുറത്തേക്ക് പോവാം, മാറി നിൽക്കട എന്ന് പറഞ്ഞുകൊണ്ട് ഗിരീഷ് ആണെങ്കിൽ അകത്തേക്ക് ഇടിച്ചു കയറുകയാണ്. എന്തായാലും നന്ദനാണെങ്കിൽ വാതിലടയ്ക്കാൻ പോകുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ദേവിക വളരെ ദേഷ്യത്തോടു കൂടിയിട്ടും സങ്കടത്തോടു കൂടിയിട്ടും അവനെ നോക്കി നിൽക്കുന്നത്. അതുകൂടി കാണുമ്പോൾ നന്ദന്റെ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെടുന്നുണ്ട്. പെട്ടെന്നാണ് ഇസബല്ല കുളിച്ചിറങ്ങി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത്. ഈ സമയം നേരെ കാണുന്നത് ഗിരീഷിനെയാണ്. ഇയാൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇത് രജനി ചേച്ചിയുടെ ഭർത്താവാണ്. ഓ, നന്ദനപ്പ തനിച്ചല്ല, കൂടെ നല്ല പെൺസുഹൃത്തൊക്കെ ഉണ്ടല്ലോ. എന്താ പേര്? ഇസബല്ല അല്ലേ? ആ, എനിക്കറിയാം. എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കിയ ആളല്ലേ. അതിപ്പോ ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും നിങ്ങൾ പോവാൻ നോക്ക്. അങ്ങനെ ഇസബല്ലയ്ക്കാണെങ്കിൽ ഗിരീഷിന്റെ സംസാരങ്ങളൊന്നും തന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഗിരീഷും ഇസബല്ലയും തമ്മിൽ വാക്കുതർക്കത്തിലാവുന്നുണ്ട്. ഇറങ്ങി പോടോ എന്നടക്കം ഇസബല്ല നന്ദന്റെ മുന്നിൽ വെച്ച് ഗിരീഷിനോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടും നന്ദൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ ദേവികയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ദേവികയാണെങ്കിൽ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് പോലെ നിർത്തടി എന്ന് പറഞ്ഞുകൊണ്ട് ഇസബല്ലയ്ക്ക് മുന്നിൽ വരുന്നു. ഇസബല്ലയാണെങ്കിൽ അത് കണ്ട് ആകെ വിറയ്ക്കുകയാണ്. ഞാനിപ്പോ ഇവിടെ വന്നതേ നിങ്ങളെ സുഖവിവരം അന്വേഷിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കാനോ നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല. എന്റെ പക്കൽ ഉണ്ടായിരുന്ന ഫയല് അത് ഇയാൾ മോഷ്ടിച്ചു. അത് തിരിച്ചു വാങ്ങാൻ വേണ്ടി വന്നതാണ്. മര്യാദയ്ക്ക് എന്റെ ഫയൽ തരണം. പിന്നെ എനിക്ക് ഇയാളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നന്ദന്റെ മുഖത്ത് നോക്കി വളരെ സ്ട്രോങ് ആയി തന്നെ ദേവിക സംസാരിക്കുന്നു. നന്ദനാണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ്. കാരണം തന്റെ ദേവി തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം അവൻ മനസ്സിലാക്കുന്നു. അത് ദേവിക താൻ തെറ്റിദ്ധരിക്കേണ്ട, ഞങ്ങള് വെറുതെ ഒരു ബിസിനസ് ട്രിപ്പ്, നിങ്ങൾ എന്ത് ട്രിപ്പാന്ന് വെച്ച് അടിച്ചോ, പക്ഷെ എനിക്ക് എന്റെ ഫയൽ തിരികെ കിട്ടണമെന്ന് പറഞ്ഞ് ദേവിയാണെങ്കിൽ ആകെ ദേഷ്യപ്പെടുകയാണ്. ഈ സമയം നന്ദനാണെങ്കിൽ ദേവിയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ദേവി പറയുകയാണ്, നിർത്തടോ, തന്റെ ഒരു കാര്യങ്ങളും എനിക്ക് കേൾക്കേണ്ടതില്ല. പിന്നെ താനും ഇവളും ചേർന്ന് എന്താന്ന് വെച്ച് ആയിക്കോ, എനിക്ക് എന്റെ ഫയൽ ഇപ്പൊ തന്നെ കിട്ടണം, അല്ലെങ്കിൽ ഞാനിത് കേസാക്കും, നാറ്റിക്കുമെന്നൊക്കെ പറഞ്ഞ ദേവികയാണെങ്കിൽ നന്ദനെ ഭീഷണിപ്പെടുത്തുകയാണ്. അതോടുകൂടിയിട്ട് ഇസബലയുടെയും നന്ദന്റെയും ധൈര്യം ചോർന്നു പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് കിടിലൻ എപ്പിസോഡ്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.